ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു നോസ്, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്തായിരുന്നു എന്ന്. നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെക്കുറിച്ച് നൈറ്റിൽ ഓർത്തത് നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വസന്തകാലം, ഒരു ഭയങ്കര സന്തോഷം, അതിനെക്കുറിച്ചായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഓർത്തത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 11, 2, 13, 4, 10, 1. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ടിൽ എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നീതി കാണിക്കുവാനും നിങ്ങളോട് കോൾ മെസ്സേജ് ചെയ്യുവാനും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാണ്ടിരുന്നു എങ്കിൽ, ഒരു വശത്തേക്ക് മാത്രമായിരുന്നു കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് തരാനും അവർ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ലവ് തേർഡ് പാർട്ടി തന്നെ ആകണമെന്നില്ല, ചില പേരൻസോ ഫാമിലിയോ സുഹൃത്തുക്കളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തെ ബ്രേക്ക് ചെയ്യുന്നതിന് അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാം മാറി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണോ പറയാനുള്ളത് അത് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലൊരു ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായി കാണുന്നു, നിങ്ങളെ നോക്കുന്നു, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരോടൊപ്പമാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ അറിയുന്നു, അന്വേഷിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവർക്കൊരിക്കലും നിങ്ങളെ വിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഓർമ്മകളെല്ലാം അവരെ പിറകിലോട്ട് വലിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അവർക്ക് ഒരുപക്ഷെ അവർക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് അവർ കടന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ അവർ സ്റ്റക്കാണ്. അവിടെ ഏത് വ്യക്തിയുടെ ഒപ്പം അവർ ജീവിച്ചാലും അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അവയർനെസ് ആണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുന്നത്. ഓക്കെ, നൈറ്റിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ അവരെ ഒരുപാട് സോഷ്യൽ മീഡിയയിലും മറ്റും ഫോളോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഇടയിൽ കുറച്ച് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി ഓർക്കുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഒരുപാട് അവരെ കൺട്രോൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. തെറ്റിലേക്ക് പോകാത്ത വണ്ണം ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ കൺട്രോൾ ചെയ്ത് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില നെഗറ്റിവിറ്റീസിനെയൊക്കെ വിട്ടുകൊണ്ട് അവർ നല്ലൊരു കെയറിങ് നേച്ചറിലേക്കും മറ്റും വീട്ടിലുള്ളവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ള ഒരു ഇതിലോട്ടേക്ക് മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അവർക്ക് എപ്പോഴും ഒരു സാരഥിയായിരുന്നു. എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് അഡ്വൈസ് വന്നുകൊണ്ടേയിരുന്നു. എപ്പോഴും നല്ല ഉപദേശിച്ച് ഒരു അമ്മ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾ അവരെ കൊണ്ടുപോയിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവർക്ക് ഇപ്പോഴൊരു ഭയങ്കര ഒരു നല്ലൊരു കെയറിങ് നേച്ചറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നു. ഇത് കേൾക്കുന്നത് പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും നിങ്ങൾ നല്ലൊരു ഫെമിനൈൻ എനർജിയിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മദറിങ് നേച്ചറാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നത്. അവർക്ക് എപ്പോഴും വഴികാട്ടിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളിൽ നിന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി അവർക്ക് ലഭിച്ചിരുന്നു എന്നവർ ചിന്തിക്കുന്നു. ഓക്കെ, 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. കൂടെ നിന്ന സമയത്ത് അവർ നിങ്ങളെ
മനഃപൂർവ്വമായി തന്നെ നിങ്ങളെ ചതിച്ചതായി കാണുന്നു. ഇനിയും ആ ഒരു പഴയ കാലത്തെക്കുറിച്ച് തിരിച്ചു വരുമോ എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവരുടെ ഭാഗത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചതിച്ചു എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി മാറി വരാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെയാണ് ലൈഫിൽ ഓർക്കുന്നത്. എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ കാരണം എന്നുള്ളത്, ചീറ്റിംഗ് വരാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള ചില സന്തോഷങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ദീദി ഇതർ ഇതേതോ ഗരമന അച്ഛാ എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളോട് ഒരു കുറ്റബോധം തോന്നുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങളോട് കുറ്റബോധം തോന്നുന്നു, അവർ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കാണാം. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയും കൂടി ഉൾപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പിലുള്ളതായിരിക്കാം. അത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾക്ക് സിംഗിളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളും ഇവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതിൽ അവർക്കറിയാം അവരുടെ ഒരു ബ്ലോക്കിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഒരു മൗനമോ നിങ്ങളെ തകർത്ത് കളയുമെന്നറിയാം. എങ്കിൽ പോലും അവർ അത് ചെയ്തു. നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോകുന്ന സമയത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു, നിങ്ങളോട് സംസാരിക്കാതിരുന്നു. പക്ഷേ നിങ്ങൾ തകർന്നു എന്നുള്ളത് അവർക്കറിയാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനോവേദന എന്തെന്നോ ഒന്നും അവർ മനസ്സിലാക്കില്ല. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ അവർ നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ആ കർമ്മം എന്നിലേക്ക് വരരുതേ, എന്നെ പിന്തുടരല്ലേ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതിൽ, നിങ്ങളെ വേദനിപ്പിച്ചതിലെല്ലാം അവർക്ക് ചില ഭയങ്ങളുള്ളതായി കാണുന്നു. കർമ്മയാണ് അവർ ഭയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പക്വതയില്ലാതെ ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് പക്വതയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിലൊന്നും ഒരു പക്വതയുമില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. ഒരിക്കലും ആരും അറിയാതെ, ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ രഹസ്യമായി തന്നെ ആയിരിക്കാം അവരുടെ മനസ്സിൽ നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ അവർ ദേഷ്യം കാണിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ രഹസ്യമായി തന്നെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആരോടും കാണിക്കാതെയാണ് അവരത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പുറമേ നിങ്ങളുടെ ദേഷ്യം കാണിക്കുന്നെങ്കിലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഒരു ഫിസിക്കലി ഒരു അട്രാക്ഷൻ കൂടി ഇവിടെ നിങ്ങളോട് തോന്നുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്നു. എന്ത് സിറ്റുവേഷനാണ്, എന്ത് 2 സിറ്റുവേഷനാണ് ഉള്ളത്? എൻ്റെ വ്യൂസിനെ കൂടാതെ മറ്റെന്ത് സിറ്റുവേഷനാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ലൈഫിലുള്ളത്? മറ്റൊന്നുമല്ല, ഇവിടെ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഇവിടെ അവസാനിച്ചോ, ഇതിനു വേണ്ടി എഫേർട്ട് ഇടണോ എന്നുള്ള 2 ചിന്തയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ റിലേഷൻ അവസാനിച്ച് കഴിഞ്ഞോ, അതോ ഇനി ഇതിനു വേണ്ടി വല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വല്ല നടക്കുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ 2 ചിന്തയായിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവസാനിച്ച് പോയി, ഇനി അതിന് തിരികെ ലഭിക്കില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും ഒരിക്കലും അവർക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. ഹെറോഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്ന ഒരു വഴി അവർ അന്വേഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങളിലൊക്കെ കടന്നുപോയി നിങ്ങൾക്ക് വേണ്ടി അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് തകർന്നു പോകാതെ വീണ്ടും റീയൂണിയൻ ഉണ്ടാകാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്, തൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ. കയ്യിൽ വന്നിരുന്ന ഒരു നല്ല സ്നേഹത്തെ, ഒരു നല്ല റിലേഷൻഷിപ്പിനെ, നല്ലൊരു ഭാഗ്യത്തെ അവർ നശിപ്പിച്ചതോർത്ത് അവർ ഒരുപാട് വേദനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത്. നൈറ്റിൽ നിങ്ങളെ ഓർത്ത് നല്ല രീതിയിൽ കരഞ്ഞതായി കാണുന്നു. ഓക്കെ, എൻ്റെ വ്യൂസിനെ പ്രതി സ്പിരിച്വൽ മെസ്സേജ് എന്താണ്? യൂണിവേഴ്സൽ എനർജി എന്താണ് പറയുന്നത്? മദർ യൂണിവേഴ്സ്, പ്രപഞ്ചശക്തി എന്താണ് പറയുന്നത്?
ജീവിതത്തിൽ ചില കാര്യങ്ങൾ കാർമികമായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പം അത് ജീവിതത്തിലെ ഒരു ലെസൺ ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ പ്രസൻറ്റിൽ ആ പാസ്റ്റിനെ കൊണ്ടുവന്ന് നമ്മൾ ആ പെയിൻ സിറ്റുവേഷനിൽ ജീവിക്കുന്നതിന് പകരം അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മളൊരു ചവിട്ടുപടിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ വരുന്ന അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ ചില അസറ്റുകൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില കാർമിക് ലെസണുകൾ ലൈഫിൽ നമ്മൾ കർമ്മയിലൂടെ അനുഭവിച്ച് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ലെസണാക്കി അത് നിങ്ങൾക്ക് ഊർജം പകരുന്നതായി തീരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചില വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ കാണും. അത് പകുതിക്ക് വെച്ചിട്ട് അവസാനിപ്പിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ടെൻഷൻ ആകാതെ നിങ്ങളുടെ ജീവിത യാത്ര എന്തിനു വേണ്ടിയിട്ടാണെന്നും അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകുക. നിങ്ങളുടെ ജീവിത വിജയം എന്താണെന്ന് നിങ്ങൾ ലക്ഷ്യമിടുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കുള്ളത് നിങ്ങളിൽ തന്നെ വന്നു ചേരും. പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ചില അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചില കംഫർട്ട് അല്ലാത്ത ചില സിറ്റുവേഷനുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് അവർ രാത്രി ചിന്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ പറഞ്ഞ വാക്കുകൾ അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും റീയൂണിയനാണ്, നിങ്ങളുടെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷന് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇതിനൊരു ക്ലാരിറ്റി വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ വെയിറ്റ് ചെയ്യുകയാണ്. ജീവിതത്തിൽ എന്താണ് നമുക്ക് കംഫോർട്ട് അല്ലാതെ നമ്മുടെ ലൈഫിൽ ഉള്ളത് അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ചില ബാലൻസ് എടുത്തുകൊണ്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് പ്രശ്നം, നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രശ്നം എന്താണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകം തന്നെയാണ്. ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങൾക്കും അതുപോലെ തന്നെ അവർക്കും ഒരുപക്ഷെ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലുള്ള ചില കല്ലുകളെ നീക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ലൈഫിൽ ഇനി ഒരിക്കലും വേണ്ട എന്നൊക്കെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല. അത് വാക്കുകളായിട്ട് തന്നെ ദേഷ്യം വരുന്ന സമയത്ത് പറഞ്ഞതായിരിക്കാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്നോ അവർക്ക് വിട്ടുപോകാൻ കഴിയില്ല. അവർക്ക് ഹീലാകുന്നില്ല. നിങ്ങളെ വേദനിപ്പിച്ച ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ അവരുടെ ഹൃദയത്തെ വീണ്ടും വീണ്ടും നോവിക്കുന്നതായി കാണുന്നു. കാരണം നിങ്ങൾ എത്രയൊക്കെ വേദനിപ്പിച്ചാലും അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും അല്ലാതെ പോകത്തില്ല. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ സഹായമെല്ലാം അവർ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും ഇങ്ങനെ പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ വേദനിപ്പിക്കാനോ പാടില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകളും തോന്നുന്നുണ്ട്. ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. നിങ്ങളോട് ചെയ്തത് വളരെ വലിയ തെറ്റായി പോയല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ സമാധാനം ലഭിക്കുന്നില്ല. ദൈവത്തോട് കർമ്മ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഫീലിങ്സ് അവർക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണെന്ന് അവർക്കറിയാം. നിങ്ങൾ അവരെ കൂടെ നടന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തും സാമ്പത്തികമായും സഹായിച്ച് സ്ട്രെങ്ത് കൊടുത്തും ഒക്കെ നിങ്ങൾ അവരെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നു. ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാണ്. നിങ്ങളില്ലാത്തത് കാരണം അവർ ഐസൊലേഷനിലാണ്.
അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച പല വ്യക്തികളും അവരെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നവർ ചിന്തിക്കുന്നു. ഓഫറുമായി അവർ വരുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണ്, നിങ്ങളവരെ വിട്ടുകളയില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.